latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും ബിജെപിയും രംഗത്ത്. കടുത്ത ഭാഷയിലാണ് ഇരു പാർട്ടികളും സർക്കാരിനെ വിമർശിച്ചത്. ജൂലൈ 1 മുതലാണ് പുതിയ മദ്യനയം നിലവിൽ വരുന്നത്. ബാർ മുതലാളിമാരുമായി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സർക്കാർ കരാറുണ്ടാക്കിയെന്നും ഇതാണ് ഇപ്പോൾ നടപ്പാക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നയമാണിത്. പ്രതിപക്ഷം ഇതിനെ നേരിടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാരിന്റെ മദ്യനയം തീക്കളിയാണെന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പ്രതികരണം. വാഗ്ദാന ലംഘനവും കൊടിയ വഞ്ചനയുമാണിത്. ഇതിനേക്കാൾ വലിയ ചതിയും വാഗ്ദാന ലംഘനവും മറ്റൊരു സർക്കാരും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നന്മ ആഗ്രഹിക്കുന്നവരെ ഞെട്ടിക്കുന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ മദ്യനയമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സമഗ്ര മാറ്റമായിരുന്നു കഴിഞ്ഞ സർക്കാർ ആഗ്രഹിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മദ്യമുതലാളിമാരുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുപക്ഷം രഹസ്യ ധാരണയുണ്ടാക്കിയതായും ഇതാണ് പുതിയ മദ്യനയത്തിൽ പ്രതിഫലിക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. മദ്യത്തിൽ മയക്കിക്കിടത്താനുള്ള നയമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. മദ്യത്തിന്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന പ്രകടന പത്രികയിലെ പ്രഖ്യാപനം കാറ്റിൽ പറത്തുന്നതാണ് പുതിയ നയമെന്നും കുമ്മനം ആരോപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിന് പിന്നിൽ വ്യാപക അഴിമതിയുണ്ടെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ പറഞ്ഞു. ഇടതുമുന്നണിയുടെ മദ്യനയത്തെ ശക്തമായി എതിർക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യമുതലാളിമാർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാനാണ് UDF സർക്കാരിന്റെ മദ്യനയം അട്ടിമറിച്ച് പുതിയ നയം കൊണ്ടുവന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. LDF സർക്കാരിന്റെ മദ്യനയത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം അറിയിക്കാം ഒരു കമന്റിലൂടെ. For latest news, like it, share it and subscribe to One India Malayalam.